നമസ്കാരം. രാധാസുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട്ടിൻ്റെ കഥയൊന്ന് നോക്കാം. അങ്ങനെ നമ്മളെ സുധീഷ് പോയി കണ്ടുപിടിക്കുകയാണ് നമ്മൾ സുഭാഷിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. അങ്ങനെ അവിനാശ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അനിയത്തിനെ സുഭാഷ് ചേട്ടന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു, അതാണ് സുഭാഷ് ചേട്ടൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് പറയാണ്. അതിന് സുധീഷ് അത് വന്ന് വീട്ടിൽ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം സുഭാഷിൻ്റെ കാര്യം ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാണാം സുഭാഷ് വരുന്നു. സുഭാഷ് വരുമ്പോൾ നമ്മൾ ഭാസ്കരൻ അച്ഛനുണ്ടല്ലോ, പുള്ളി ഇവനെ കളിയാക്കിയിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്, ഹിന്ദിയും ഗുജറാത്തി. സലീൽ ചൗധരീൻ്റെ പാട്ടാണ്. അവിടെയും പോവും ഇവിടെയും പോകും എന്നറിയും. ബാക്കി നീ അകത്തോട്ട് ചെല്ലുകയെന്നറിയാം കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് സുഭാഷ് ചേർച്ചില്ല. അപ്പോൾ എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പറയും, അപ്പോൾ പറയും, ഏട്ടൻ ഇന്നലെയൊക്കെ ചിരിച്ചതിൻ്റെ കാര്യം മനസ്സിലായി എന്ന് പറയും. അപ്പോൾ പറയും, എന്ത് ചിരിക്കും, വെറുതെ ചിരിച്ചതാന്ന് പറയും. ഞാൻ ഏട്ടൻ ഇവിടുന്ന് എങ്ങടാ പോയി വയ്ക്കും നികേഷ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ വെറുതെ പോയി അവിനാശ് ഭായിൻ്റെ വീട്ടിലേക്കല്ലേ എന്ന് ചോദിക്കും സുധീഷ്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ അങ്ങോട്ടൊന്ന് കയറി. എന്നിട്ട് അവിനാശ് ഭായി എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല എന്ന് വയ്ക്കും. അപ്പോൾ ഈ ചാന്ദിനി, അവിനാശ് ഭായിക്ക് ഒരു അനിയത്തി ഉണ്ടല്ലോ ചാന്ദിനി, ചാന്ദിനീനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ ചാന്ദിനീനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ല വയ്ക്കുമ്പോൾ, എന്താ നിങ്ങൾ ഈ പറയണേന്നൊക്കെ ചോദിക്കുകയാണ്. കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇക്കിളിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ സുഭാഷിനെ. അപ്പോൾ സുഭാഷ് പറയും, കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിക്കുകയാണേ. അല്ല ചാന്ദിനീനെ കല്യാണം കഴിച്ച് തരാമെന്ന് പറഞ്ഞു അല്ലേ അവിനാശ് ഭായി എന്ന് പറയുമ്പോൾ, അപ്പോൾ എന്നിട്ട് എന്താ പിന്നെ സുഭാഷ് ചേട്ടൻ എന്താ പറഞ്ഞു വയ്ക്കേണ്ടത് നിധി. അപ്പോൾ ഞാനത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുക, പോടാ അവിടെ നിന്ന് പറഞ്ഞു ഓടുകയാണ് പുള്ളി. പോണ വഴിക്ക് പിന്നെ അച്ഛൻ്റെ സൈക്കിളും കൊണ്ടാണ് പോകുന്നത്. എടാ അവിടെ സൈക്കിൾ അവിടെ വെച്ചിട്ട് പോടാ, എനിക്ക് വൈകുന്നേരം പിന്നെ ബാറിൽ പോകാനുള്ളതാടാ, സൈക്കിൾ വെച്ചിട്ട് പോടാന്നറിയാണ്. അപ്പോൾ പുള്ളിയെ സൈക്കിൾ എടുത്തും കൊണ്ട് പോകുന്നുണ്ട് ചിരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കാരണം പുള്ളിക്ക് മനസ്സിലായി, പിള്ളേരൊക്കെ അറിഞ്ഞു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കൊരു നാണവും സന്തോഷവും ഒക്കെ കൂടെ. അപ്പോൾ പിള്ളേർക്കും ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളൊരു വിചാരമായി എല്ലാവർക്കും മനസ്സിൽ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹരീഷാണ്. ഹരീഷ് വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാൻ നമ്മളുടെ നിധു അങ്ങോട്ട് വരുന്നുണ്ട്. നിധു അങ്ങോട്ട് വരുന്ന സമയത്ത് മറ്റു രണ്ട് പിള്ളേരും കൂടെ ഉണ്ടല്ലോ, ഹരീഷിനെ സഹായിക്കുന്ന കുട്ടികൾ. അപ്പോൾ അത് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൾ വരുന്നത്. പറഞ്ഞ് വായിൽ നാവിട്ടില്ലത് അപ്പോഴേക്കും വരുന്നുണ്ട്. അറിയുമ്പോഴേക്കും ഹരീഷ് ഇങ്ങനെ നോക്കുക. ഹരീഷിനെന്തോ ഭയങ്കരമായിട്ട് ദേഷ്യമായി അവളോട്. അപ്പോൾ വരുന്ന സമയത്ത് ഇവന്മാർ പറയും, നിധുവിനെ പറ്റിയിട്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് വയ്ക്കുമ്പോൾ, നല്ലതോ ചീത്തയോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയും, അല്ല നല്ലതാവില്ല, ചീത്തയാവാനേ വഴിയുള്ളൂ എന്ന് പറയും. അപ്പോൾ അതല്ല ഞങ്ങളിങ്ങനെ വെറുതെ പറഞ്ഞിരിക്കുക, എനിക്കറിയാം, ഞാൻ എത്ര വിളിച്ചോ ഹരീഷിൻ്റെ ഫോണിക്ക്, ഹരീഷ് ഫോൺ എടുക്കുന്നുണ്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയും. അപ്പോൾ പറയും, നീ എന്തിനാ എന്നെ വിളിക്കുന്നത് അറിയും. അപ്പോൾ എത്ര വിളിക്കണം ഹരീഷേ ഫോണ്, ഒന്ന് എടുത്തുകൂടെ, എന്തിനാണ് ഞാൻ വിളിക്കണമെന്നും കൂടെ നോക്കിക്കൂടെ എന്നറിയാം. എനിക്ക് സൗകര്യമില്ല നോക്കാൻ, നമുക്ക് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടി കൂടാനല്ലേ, അടി കൂടാൻ പറ്റാഞ്ഞിട്ടില്ല ഇപ്പോൾ നീ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് അടി കൂടാൻ വന്നതെന്ന് പറയും. അപ്പോൾ പറയും, അടി കൂടാനല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ എന്തുമാത്രം ഫൈറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് നീ അവിടെ ഫൈറ്റ് ചെയ്യാൻ നിന്നോട് പറഞ്ഞു, നീ കാരണം എൻ്റെ സുഭാഷ് ചേട്ടനെ നീ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ മുന്നിൽ പോയി തല താഴ്ത്തി കൊടുക്കാൻ നിന്നതാണ്, അത് നീ സംസാരിച്ചിട്ടല്ലേന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ സംസാരിച്ചിട്ടല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്, ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പോയി കല്യാണം കഴിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ രംഗം വഷളാന്ന് കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്, ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം, ഈ സീനിൽ ഞങ്ങളില്ലാന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് പറയും, നീ മര്യാദയ്ക്ക് വീട്ടിലേക്ക് പോയെന്ന് ഇതോ, നിന്നോട് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, നിനക്ക് മനസ്സിലാക്കി കൂടെ, ഞാൻ ഫോണ് എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കി കൂടെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്, പിന്നെ നീ എന്തിനാ എന്നെ തരണം ഇങ്ങോട്ട് വന്നു വയ്ക്കും. അപ്പോൾ പറയും, നമുക്കറിയാം, നമുക്ക് നിൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ട് സംസാരിക്കാൻ, എനിക്ക് എൻ്റെ വീട്ടിൽ ആരുമില്ല, എൻ്റെ അമ്മ എന്നോട് മിണ്ടില്ല, ഏട്ടൻ മിണ്ടില്ല, അച്ഛൻ മിണ്ടില്ല, ആരും എന്നോട് മിണ്ടില്ല, നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് സംസാരിക്കാൻ നീയല്ലേ ഉള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അറിയാം, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, നീ എൻ്റെ ഏട്ടൻ്റെ ഭാവി കൊണ്ട് ഇതാക്കാൻ നിന്നതല്ലേ എന്ന് പറയും. അപ്പോൾ പറയും,
ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഹരീഷേ. ഞാൻ സുഭാഷ് ചേട്ടനെ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ നമ്മളുടെ കല്യാണം നടക്കണമെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാതെ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് കണ്ട ആളുകളുടെ തലയിൽ കൊണ്ടുപോയിട്ട് ഇതാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ബുദ്ധിയില്ലാതെ ഏട്ടൻ ഇതൊക്കെ തെറ്റിദ്ധരിച്ചതാണ് പറയും. അത് മതിയല്ലോ ഹരീഷിന്. അപ്പോൾ അത് ശരി, എൻ്റെ ഏട്ടന് ബുദ്ധിയിലാണെന്ന് നീ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലായി. അപ്പോൾ നീ എന്താ വിചാരിച്ച എൻ്റെ ഏട്ടന് ബുദ്ധിയിലാണെന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് ഹരീഷ്. അപ്പോൾ അറിയാം, അയ്യോ ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അറിയും. മനസ്സിലായി, നിനക്കുണ്ടല്ലോ ഇത്ര വലിയ ബുദ്ധി, പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക. അപ്പോഴേക്കും ആ മറ്റേ പിള്ളേരെ ഇങ്ങോട്ട് ചായ കുടിയും കഴിഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയും നീ എന്നെ വിളിച്ചു വരുന്നു, നീ എന്താ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. എനിക്ക് എൻ്റെ ഏട്ടന്മാരാണ്, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടന്മാരൊക്കെ തന്നെയാണ് വലുത്, അത് നീ മനസ്സിലാക്കുക എന്ന് പറയും. നിന്നെ ഇത് എനിക്ക് ശരിയാവില്ല, ഈ പ്രേമവും മണ്ണാകാട്ടൊന്നും എനിക്ക് ശരിയാവില്ല, എനിക്ക് ഞാനായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ, എൻ്റെ വീട്ടുകാരെ നിൽക്കാൻ എനിക്ക് പറ്റില്ല, നീ നിൻ്റെ പണിയെ തെച്ചാൽ നോക്കുമെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അവസാനം ഇവള് പറയും, ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഹരീഷ്, നീ എന്തിനാ ഇങ്ങനെ തെറ്റായി ധരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. എനിക്ക് ഒരു തെറ്റായ ധാരണയില്ല, നീ നിൻ്റെ പണി നോക്കിപ്പോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയാൻ. അപ്പോൾ അങ്ങനെ അവൾ അവിടുന്ന് പോവാം. നിന്നെ കാണാമെന്ന് എന്നെ പറയാനാണ് ആളില്ലാഞ്ഞിട്ടാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോവും. അപ്പോൾ എന്താ ആശാനെ ഇത് വെക്കുകയാണ്. പറയാ ഇത് ശരിയാവില്ലടാ, ഇവളെ മിണ്ടിയ വഴക്കിന് വരികയാണ്. എനിക്കിങ്ങനെ വഴക്കൂടൊന്നും ഇഷ്ടമല്ല. ഒന്നാമത് ഈ പ്രേമം കുന്തൊന്നും എനിക്ക് പറ്റില്ല, ഇതൊന്നും ശരിയാവില്ല. ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇവിടെ വെച്ച് വഴക്കുണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവിടെ സ്ഥിരം പരിപാടി, ഇത് എനിക്ക് ശരിയാവില്ലടാ എന്ന് പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിധിയും നികേഷും കൂടെ പോവാണ്, ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. അതിൻ്റെ പിന്നാലെ സുധീഷ് ഓടി വരുന്നുണ്ട്. സുധീഷ് ഓടി വരുന്ന സമയത്ത് അപ്പം ഈ നികേഷ് ഇങ്ങനെ നാളെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിധിയും നികേഷും കൂടെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിൻ്റെ പിറകെ സുധീഷ് ഓടി വരുന്നുണ്ട് കേട്ടോ. സുധീഷ് ഓടി വന്നിട്ട് നികേഷിൻ്റെ തോളത്ത് ഇങ്ങനെ കൈയിട്ടിട്ട് നടക്കുന്നത്. അപ്പോൾ സുധീഷ് ഏട്ടാ കൈ എടുത്തേ എന്നറിയും. ഓ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ പറയും എന്താ എന്നെ കാത്തിട്ടേ ഗായു അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും, കുറേ നേരം ഇപ്പോൾ വിളിച്ചതാണ് എന്നോട്, ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, എന്നിട്ട് ഞാൻ വിളിച്ചിട്ടാണ് അവൾ വന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്നെ കാത്തോടെ നിൽക്കുന്നുണ്ടാവും എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബൈക്കിലൊന്നും അങ്ങോട്ട് പോയാലോ വയ്ക്കുമ്പോൾ, ബൈക്കുമ്പോൾ പോയാൽ ശരിയല്ലോ, നിങ്ങളുടെ കൂടെ വരുമ്പോഴേ ഉള്ളൂ ഒരു സുഖം കിട്ടുക. അല്ല നീ എന്താ സ്കൂട്ടർ എടുക്കാത്തത്, നിനക്കിപ്പോൾ ലൈസൻസൊക്കെ ഉള്ളതല്ലേ, നിനക്ക് സ്കൂട്ടർ എടുത്തിട്ട് പോയിക്കൂടെ എന്ന് പറയും. അപ്പോൾ നിനക്ക് ആൾക്കാരുടെ കൂടെ ബൈക്ക് സ്കൂട്ടറും കൊണ്ട് പോകുന്നത് പേടിയല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അടി കൂടി പോവുക. അപ്പോൾ പറയും പിന്നെന്താണ്, അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ, അവസാനം ഞാൻ നിന്നെയും കൊണ്ട് പറയിക്കും എന്നെ ഇഷ്ടമാണെന്ന്, ഞാൻ നിന്നെയും കൊണ്ട് തന്നെ പറയിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവൻ ഈ ഗായത്രിയോട് സംസാരിച്ചിട്ട് ഇവനോടുള്ള ഇഷ്ടം കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ആ ദേഷ്യത്തിൽ കൂടുള്ള ആ ഇഷ്ടം കൂട്ടുകയാണ് സുധീഷ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ അവിടെ എത്തുമ്പോഴേക്കും ഓരോന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം പറയും, സുഭാഷിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പറയും. നമുക്ക് പിന്നെ ഗുജറാത്തി സ്റ്റൈലിലായിക്കോട്ടെ, മറ്റേ സുഭാഷ് ചേട്ടൻ്റെ കുതിരപ്പുറത്തൊക്കെ വരുത്തുക, എന്നിട്ട് താലികെട്ട് കേരള സ്റ്റൈലിലായിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇടുത്ത വഴിക്ക് നിധി പറയുന്നുണ്ട്, എന്താ നിധിയുടെ അഭിപ്രായം ചോദിക്കുക. പറയും എനിക്ക് എന്താ അഭിപ്രായം, സുഭാഷ് ചേട്ടൻ സാധാരണ ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ ഒന്നല്ല, സുഭാഷ് ചേട്ടനെ ഏറ്റവും സിമ്പിളായിട്ട് നടത്തുന്നതാവും ഇഷ്ടം, അതുപോലെ തന്നെ ചെയ്തോട്ടെ എന്ന് പറയും. കല്യാണം എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നിട്ട് അവനെ ഒരു കൊട്ട് കൊടുത്തിട്ടാണ് നിധി സംസാരിക്കുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഗായത്രി അവിടെ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ ഗായത്രി എന്നെ കാത്തവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കും, ഞാൻ ഗായത്രീൻ്റെ അടുത്തൊന്ന് പോട്ടെ എന്നറിയാം. അങ്ങനെ ഗായത്രീൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഇവളിങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് നിധിക്ക് അതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരിക കേട്ടോ. അപ്പോൾ ഗായത്രീനോട് ഗായുൻ്റെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ അറിയണം. അത് കേൾക്കുമ്പോൾ നിധിയുടെ ഭാവം തന്നെ മാറുന്നു കേട്ടോ. അതിൽ എന്നിട്ട് ഇങ്ങനെ നികേഷ് ഇങ്ങനെ തല ആട്ട് നടന്നു നിന്നിട്ടേ അവിടുന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും ഗായു പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നിധിക്ക് ദേഷ്യം വരികയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നിധി ഓഫീസിലെത്തുന്നതാണ്. ഓഫീസിൽ പോകുന്നതിൻ്റെ മുന്നേ നമ്മളുടെ ഇയാളുണ്ടല്ലോ സുഭാഷും അവിനാശും കൂടെ ബിൽഡിങ്ങിൻ്റെ പണി, അപ്പോൾ 10 ദിവസം ലേറ്റ് ആയിരുന്നു, ഇനി വേഗം അടുത്ത മാസം ഇത്രാം തീയതിനുള്ളിൽ നമുക്ക് വീട് പണി തീർത്ത് കൊടുക്കണം അങ്ങനെ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറോട്. അങ്ങോട്ട് പെട്ടെന്ന് എല്ലാവരും വേഗം ജോലി തീർക്കുക, ഇനി കിട്ടാവുന്ന അത്രയും ആളെ വിളിക്കണം നമുക്ക് ജോലി തീർത്ത് കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുക. ആ സംസാരിക്കുന്നിടയിൽ നമ്മൾ ചാന്ദിനി ഫുഡും കൊണ്ട് വരുന്നുണ്ട്. ചാന്ദിനി ഫുഡും കൊണ്ട് വരുന്ന സമയത്ത് സുഭാഷ് പറയും അവിനാശിനോട് ഫുഡ് കഴിക്കാം, ഭക്ഷണം കഴിക്കാമെന്നറിയാം, അപ്പോൾ നിങ്ങൾ കഴിക്കും, ഞാൻ പിന്നെ വരെ അറിയാം. അപ്പോൾ ചാന്ദിനി പറയും അത് വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് പറയാം.
അങ്ങനെ ചാന്ദിനി മറ്റേ സുഭാഷിനും അതേപോലെ അവിനാശിനൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം വിളമ്പുമ്പോൾ നമ്മൾ അവിനാശ് ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവർ വളരെ സ്നേഹമായിട്ടാണ് ഭക്ഷണം വിളമ്പുന്നത്. ചപ്പാത്തിയും കറികളൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട്, മറ്റേ അവിനാശ് സുഭാഷിനെയും. പക്ഷെ ഇവർ രണ്ടാളും അവിനാശിനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇവർ രണ്ടാളും കൂടെ അങ്ങനെ മുഖത്തോട് മുഖം നോക്കണു, ചിരിക്കണു, ഫുഡ് വിളമ്പുന്നുണ്ട്. അപ്പോഴേക്കും അവിനാശിനൊരു ഫോൺ വരുന്നുണ്ട്. ഫോൺ വരുമ്പോൾ അപ്പോൾ സുഭാഷ് ചേട്ടാ, അത് ഇയാളാണ്, ബ്രോക്കറാണ്, ജോലിക്ക് ഇനി കൂടുതൽ ആൾ വേണോ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുക. എനിക്ക് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല, ഞാൻ അപ്പുറത്തുനിന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് പാവട്ടോ ഇവരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഭക്ഷണം കൊണ്ട് അപ്പുറത്തേക്ക് പോകും. അപ്പോൾ സുഭാഷിനായാലും ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നില്ല, ആ ശരിയെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ചാന്ദിനിയോട് ചോദിക്കും, നീ ഭക്ഷണം കഴിച്ചു ചോദിക്കുമ്പോൾ പറയും, ഇല്ല ഞാൻ കഴിച്ചില്ല എന്നറിയും. എന്നാൽ നീയും കൂടെ കഴിക്കുക എന്നറിയും, ഞാൻ വിളമ്പി തരാം. എന്നിട്ട് അങ്ങനെ സുഭാഷ് വിളമ്പി കൊടുക്കുകയാണ് ഫുഡ്. അപ്പോൾ പറയും, ഇങ്ങനെ ഈ വെയിലത്ത് എന്തിനാ വന്നത്, ഒരു കോട്ടയൊക്കെ എടുത്ത് വരാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചാന്ദിനിയോട്. അപ്പോൾ ചാന്ദിനി ഇങ്ങനെ